ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വരുന്നത്. അപ്പോൾ ഇന്നലെ കാറ്ററിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം തന്നെയല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് അതിൻ്റെ ബാക്കി പിന്നെ നമുക്കുള്ള ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണം പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ലല്ലോ. അപ്പോൾ അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാറ്ററിങ്ങിന് കൊണ്ടുവരുമ്പോൾ കുറച്ച് പാർട്സുകൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാടിട്ടുങ്ങാണ്ടൊരു എന്താ പറയുക പാർട്സ് വരട്ടിയതാക്കുക കേട്ടോ. അത് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടോ. അന്ന് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും മുളകും പൊടി കുരുമുളക് അങ്ങനെ കുരുമുളകാണ് അധികം ഇട്ടത്. അപ്പോൾ അങ്ങനെ അതൊക്കെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചിക്കണം. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ കൂട്ടാൻ പിന്നെ പാർട്സ് കൊണ്ടുള്ള വരട്ടും അതേപോലെ നാടൻ ചേമ്പ് കറി കേട്ടോ. കുറച്ച് ചേമ്പ് കിട്ടീനി. അത് പാൽ ചേമ്പ് പറഞ്ഞ ചേമ്പുണ്ടല്ലോ, ആ ചേമ്പാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കി നല്ലോണം ക്ലീൻ ചെയ്ത് നമുക്ക് കുക്കറിലിട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തുങ്ങാണ്ട് ഇട്ടുകൊടുക്കുക. പിന്നെ അതൊക്കെ ചേർക്കണത് തക്കാളിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചേമ്പ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ 2 തക്കാളി അതും ഇട്ടെടുത്തുക്കണം കേട്ടോ. അതും കട്ട് ചെയ്തുങ്ങാണ്ട് അതും ഇട്ടെടുത്തു. പിന്നെ എരിവിന് 4 പച്ചമുളക്. അതൊക്കെ അടുപ്പത്തേക്ക് വെച്ചെടുത്തു. പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വരട്ടൊക്കെ നല്ല തിളച്ച് വന്നിക്കണം. അപ്പോൾ അതിങ്ങനെ വറ്റി വരണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ അത് മുളകും പൊടി എല്ലാം അധികം ഇട്ടെടുത്തത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പം ചിക്കൻ്റെ എല്ലാ പാർട്സും ഉണ്ട് അതിൽ. ചേമ്പ് കറിയൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞങ്ങാണ്ട് അത് ഒഴിച്ചു കൊടുത്തിക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് കടുകും കറിവേപ്പിൻ്റെ ഇല ഇട്ടുങ്ങാണ്ട് തൂമിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിൾ എന്താ പറയുക നാടൻ ചേമ്പ് കറി റെഡി ആവും കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ചെക്ക് ചെയ്തുകൊണ്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ടെടുത്ത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. നമുക്ക് കടുവും കറിവേപ്പിൻ്റെ ഇട്ടുകൊണ്ട് വറവിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കറി സെറ്റായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.